എങ്ങനെയാണ് ഒരു പർച്ചേസ് എൻട്രി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ നമുക്ക് പർച്ചേസ് എന്നുള്ളൊരു മെനു ചൂസ് ചെയ്യാം. പർച്ചേസിൻ്റെ മെനു ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഓൾ പർച്ചേസസ് എന്നുള്ള സബ് മെനു നമുക്കൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ പർച്ചേസുകളും ഇവിടെ ലിസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു പുതിയ എൻട്രി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ന്യൂ പർച്ചേസ് എന്നുള്ളൊരു ബട്ടൺ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് പർച്ചേസ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിൻഡോ ഇതാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഡേറ്റ് ആയിരിക്കും വരുന്നത്. ഡേറ്റ് ബൈ ഡിഫോൾട്ട് നമ്മുടെ കറണ്ട് ഡേറ്റ് അവിടെ സെലക്ട് ആയിരിക്കും. ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫീൽഡിലേക്ക് പോകും. ഇവിടെ നമുക്ക് നമ്മുടെ ഇൻവോയ്സിൻ്റെ റെഫറൻസ് നമ്പറും ഡേറ്റും ആണ്. അതായത് നമ്മളൊരു പർച്ചേസ് എൻട്രി നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നോ കുറച്ച് ഐറ്റംസ് നമ്മൾ സോഴ്സ് ചെയ്തതാണ്. സോ അതിന് നമുക്കൊരു ഇൻവോയ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇൻവോയ്സ് നമ്പറും ഡേറ്റും ആണ് നമ്മൾ റെഫറൻസിൽ പൊതുവെ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കത് വേണമെങ്കിൽ ഇവിടെ റെഫറൻസ് ആയിട്ട് ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, റിക്വേർഡ് അല്ല. പിന്നെ വരുന്നത് സപ്ലയർ, ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ സാമ്പിളായിട്ട് ഒരു ABC ഗാർമെൻറ്റ്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതേപോലെ തന്നെ ചൂസ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പറോ പേരോ നമുക്ക് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് സപ്ലയർ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല പുതിയൊരു സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്വിക്കായിട്ട് ഇവിടെ തന്നെ എങ്ങനെയാണ് സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ വേറെ നമുക്ക് അവൈലബിൾ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഇവിടെ തന്നെ നമുക്ക് വളരെ ക്വിക്കായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ ടാക്സിൻ്റെ ഓപ്ഷനാണ്, അതായത് ലോക്കൽ ടാക്സ് ആണോ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആണോ അല്ലെങ്കിൽ നോൺ ടാക്സ് ആണോ എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഞാൻ ഇവിടെ നോൺ ടാക്സ് ആണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഐറ്റം ആണ്. ഐറ്റം നമുക്ക് ഒന്നെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാർകോഡോ അല്ലെങ്കിൽ പേരോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സെർച്ചിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ കറൻ്റ്ലി ഞാനിവിടെ ജീൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഒരു 10 പീസസ് കൊടുക്കുന്നു. പിന്നെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് കോസ്റ്റ് ആണ്, ബിഫോർ ടാക്സ് ആണ്. കോസ്റ്റ് വരുന്നത് അറൗണ്ട് ഒരു 999 ആണ് ഞാനിപ്പോൾ കോസ്റ്റ് ആഡ് ചെയ്യുന്നത്. 900 ആഡ് ചെയ്യുന്നു. ദെൻ MRP ഞാൻ കൊടുക്കുന്നത് 1499 ആണ്. സെല്ലിംഗ് പ്രൈസ് വരുന്നത് 1450. ദെൻ ഫൈനലി എൻ്റർ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ എൻട്രി കൺഫേം ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഈ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്തായിട്ടൊരു ഷർട്ട് ചൂസ് ചെയ്യുകയാണ്, ഒരു 10 പീസസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1700 ആണ്. ആൻഡ് സെയിലിംഗ് പ്രൈസ് വരുന്നത് 2499 ആണ്. ആൻഡ് 2399 സെയിൽ പ്രൈസ് വരുന്നു. ഓക്കെ, ദെൻ ഫൈനലി നമുക്ക് സേവ് അപ്ലൈ ചെയ്യാം. സേവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്ഷൻ വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. ഈ വിൻഡോയിലാണ് നമ്മൾ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു പർച്ചേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സപ്ലയർക്ക് ABC ഗാർമെൻറ്റ്സ് ഉള്ള ഈ ഒരു സപ്ലയർക്ക് എന്തെങ്കിലും എമൗണ്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആ എമൗണ്ടുകളുടെ ഡാറ്റ കൊടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല കംപ്ലീറ്റ്ലി ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് സേവ് കൊടുക്കാം. ഇനി അതല്ല നമ്മൾ എമൗണ്ട് കുറച്ചോ അല്ലെങ്കിൽ പാർഷ്യൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേയ്മെൻറ്റോ ഒക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാഷിൽ നിന്ന് ഒരു 10,000 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇനി അതല്ല ബാങ്കിൽ നിന്ന് എഗെയിൻ കുറച്ച് എമൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡാറ്റയും കൂടി വേണമെങ്കിൽ ചെയ്യാം, സേവ് ചെയ്യാം. സോ ഇവിടെ ടോട്ടൽ എമൗണ്ട് 26,000 ആണ്. നമ്മളതിൽ 15K ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ബാക്കി എമൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് വരുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിട്ട് മാർക്കാവും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണോ എമൗണ്ട് നമ്മൾ എൻട്രി ചെയ്യുന്നത് ആ എൻട്രി ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് ക്രെഡിറ്റിലോട്ട് അപ്ലൈ ആവും. അപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫുൾ എമൗണ്ട് ക്രെഡിറ്റിലേക്ക് അപ്ലൈ ആവും. സോ ഇവിടെ ഞാൻ ഈ ഒരു എമൗണ്ട് 26ൽ 15 അപ്ലൈ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുന്നു. സോ എൻട്രി ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ 11,000 ആണ് ഇനി ബാലൻസ് ഡ്യൂ ആയിട്ട് കാണിക്കുന്നത്. സോ ഞാൻ ഈ ബില്ലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടാവും, ഏതൊക്കെ ഐറ്റംസ് ആണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, അതിൻ്റെ പേയ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് പോയിട്ടുള്ളത്, എല്ലാ ഇൻഫർമേഷനും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ ബാർകോഡ് ലേബിൾ പ്രിൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ആക്ഷൻസിലാണ്. ആക്ഷൻസിൽ നമുക്ക് പ്രിൻറ്റ് ലേബിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ആ ഒരു പെർട്ടിക്കുലർ ബില്ലിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും വിത്ത് സ്പെസിഫിക് ക്വാണ്ടിറ്റി അടക്കം നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ലേബിൾസ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഫ്യൂച്ചറിൽ നമ്മളിതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ ആഡ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ് എൻട്രി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.